ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ലിവർ ഫ്രൈ ആണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ അളവിൽ ലിവർ പാർട്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായി തന്നെ ഒരു 3-4 തവണ കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് വേവിക്കാനായിട്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ആ കഴുകി വൃത്തിയാക്കിയ ലിവർ പാർട്സ് നമ്മൾ ആ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് ആ പൊടികളൊക്കെ ഒന്ന് ഇറച്ചിയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ച് കൊടുക്കാവേ. ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 വിസിലാണ് കേട്ടോ അടുപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലിവർ പാർട്സ് ഒക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള സവാളയും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ചെറുതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇടുമ്പോഴേക്കും നമ്മുടെ ലിവർ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതൊട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ എടുക്കേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ ലിവർ പാർട്സ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിയ ശേഷം നമ്മൾ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ തേങ്ങാക്കൊത്താണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്ത് എണ്ണയിലേക്കിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് മൂത്ത ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളേ. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കളർ ചേഞ്ച് വരുമ്പോഴേക്കും നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. അതിനുശേഷം പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊച്ചുള്ളിയാണ്. ഞാനിവിടെ ഒരു 8 കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് 2ആയിട്ട് പൊളന്ന് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലിവർ പാർട്സ് വേവിക്കാൻ നേരം ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. സവാളയൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ട് വന്ന ശേഷമാണ് നമ്മൾ പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയ ശേഷം ഒന്ന് നടുക്കോട്ട് ആക്കി പൊത്തി വെച്ചൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ സവാള മൂടി വെച്ച് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ പാർട്സും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാതെ നമ്മൾ പാകത്തിന് പയ്യെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ സവാളയും നമ്മുടെ ആ ഒരു പൊടികളും ഒക്കെ ലിവറും ഒക്കെ ആയിട്ട് ഒന്ന് നന്നായിട്ട് യോജിച്ച ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് കുറച്ച് സമയം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയാണ് നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാത്ത രീതിയിൽ നന്നായി തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. പിന്നെ നമ്മൾ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവേ. അങ്ങനെ കുറച്ച് സമയത്തെ ആ ഒരു പ്രോസസ്സിന് ശേഷം നമ്മുടെ ലിവർ ഫ്രൈ ഒക്കെ നല്ല കറുത്ത കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പച്ചമുളകിന് നല്ല എരിവായത് കൊണ്ട് തന്നെ ഒരുപാട് കുരുമുളക് പൊടി അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് എരിവായി പോവേ. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി കൂട്ടിയോ കുറച്ചോ ചേർക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ലിവർ ഫ്രൈക്ക് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത് പോലെയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്.
അപ്പോൾ കുരുമുളക് പൊടിയുടെ ഫ്ലേവറൊക്കെ ഒന്ന് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കാനേ. അങ്ങനെ ദേ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.